എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യ ലഹരി പഠനം 38-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 38. സമുന്മീല സംവിത് കമലമകരന്ദൈക രസികം ഭജേ ഹംസദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യദാലാപാദ അഷ്ടാദശ ഗുണിതവിദ്യാപരിണതി യഥാ ദത്തേ ദോഷാത് ഗുണം അഖിലം അദ്ഭ്യപയ ഇവ. സമുന്മീല സംവിത് കമല മകരന്ദൈക രസികം ഭജേ ഹംസദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യദാലാപാത് അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി യത് ആദത്തേ ദോഷാത് ഗുണമഖിലം അദ്ഭ്യപയ ഇവ. അല്ലയോ മഹാദേവി, വികസിച്ചിരിക്കുന്ന ജ്ഞാനമാകുന്ന താമരപ്പൂവിലുള്ള പൂന്തേനിൽ മുഖ്യരസത്തോടു കൂടിയതും മഹാന്മാരുടെ മനസ്സാകുന്ന മാനസ സരസിൽ സഞ്ചരിക്കുന്ന ശീലമായുള്ളതും അനിർവാച്യവുമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. ഇപ്പം ജ്ഞാനമാകുന്ന താമരപ്പൂവിലുള്ള ആ മുഖ്യരസം, തേനാകുന്ന മുഖ്യരസത്തോടു കൂടിയതും മാനസസരസിൽ സഞ്ചരിക്കുന്ന ആ ജ്ഞാനമാകുന്ന താമരപ്പൂവിൽ മാനസസരസിൽ സഞ്ചരിക്കുന്ന ആ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. ഇവിടെ ഹംസമിഥുനം എന്ന് പറയുന്നത് ശിവനും ശക്തിയുമാണ്. പരമശിവനും മഹാദേവിയുമാണ് ഹംസമിഥുനം. ഇപ്പം ഏതൊരു ഹംസമിഥുനത്തിൻ്റെ ആലാപം 18 വിധ വിദ്യാരൂപമായി പരിണമിച്ചിരിക്കുന്നു. ആ മിഥുനം ജലത്തിൽ നിന്നും ക്ഷീരത്തെ എന്ന പോലെ ദോഷത്തിൽ നിന്നും നിഖില ഗുണത്തെയും ആദാനം ചെയ്യുന്നു. എല്ലാ ഗുണത്തെയും ഹംസങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹംസങ്ങൾ ചെയ്യുന്നത് ജലത്തിൽ നിന്നും ക്ഷീരത്തെ വേർപെടുത്തിയെടുക്കുകയാണ്. പാലിൽ വെള്ളം എന്നുപോലെ പാലിനെയും വെള്ളത്തിനെയും വേർതിരിച്ച് സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹംസങ്ങൾ പാലിൽ നിന്നും വെള്ളം വേർതിരിച്ച് പാലിനെ മാത്രം എടുക്കുന്നു. ജലത്തിൽ നിന്നും ക്ഷീരത്തെ വേർപെടുത്തി എടുക്കുന്നത് പോലെ മാനസ സരസിൽ സഞ്ചരിക്കുന്നത് പോലെയും ഈ മിഥുനവും ദോഷത്തിൽ നിന്നും നിഖില ഗുണത്തെയും എടുക്കുകയും യോഗികളുടെ മനസ്സിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഒരു സാധകന് വിവേചന ബുദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ വിവേചന ബുദ്ധി ഉണ്ടാകേണ്ടത് ഹംസങ്ങളെ പോലെയാണ്. ഹംസങ്ങൾ എങ്ങനെയാണോ ജലത്തിൽ നിന്നും ക്ഷീരത്തെ, ജലത്തിൽ നിന്നും പാലിനെ വേർപെടുത്തി എടുക്കുന്നത്, അതുപോലെ നമ്മളുടെ ജ്ഞാനം, ഒരു സാധകന് ജ്ഞാനം ലഭിക്കുമ്പോൾ വിദ്യ കൊണ്ട് നമ്മൾ നേടേണ്ടതാണ് വിവേചന ബുദ്ധി. തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഇപ്പം ശിവശക്തി ഐക്യരൂപമായ ശിവശക്തി ഐക്യരൂപത്തെയാണ് ഇവിടെ ഹംസമിഥുനമായി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം അനാഹത ചക്രത്തിൽ ജ്ഞാനമാകുന്ന വികസിച്ചിരിക്കുന്ന താമരപുഷ്പത്തിൻ്റെ മധുവിനെ ആസ്വാദനം ചെയ്യുന്നതിൽ അതിനിപുണമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. ഹംസമിഥുനം വികസിക്കുന്ന കമലത്തിൻ്റെ പുഷ്പരസാസ്വാദനത്തിൽ എങ്ങനെ പരമരസികമോ അതുപോലെ ഈ ഹംസമിഥുനവും സംവിത്താകുന്ന കമലത്തിൻ്റെ മകരന്ദാസ്വാദനത്തിൽ അതിരസികമാകുന്നു. അതുകൊണ്ടാണ് ഈ ഹംസമിഥുനത്തിൻ്റെ സംഭാഷണം ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, അർത്ഥശാസ്ത്രം ഈ 18 വിദ്യകളായി തീർന്നിരിക്കുന്നത്. അപ്പം വേദം, മീമാംസ, ന്യായവിസ്താരം, പുരാണം, ധർമ്മശാസ്ത്രം, ഇതൊക്കെ ശാസ്ത്രങ്ങളും 18 വിദ്യകളുമൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഒരു സാധകൻ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ വിവേചന ബുദ്ധി ഉണരുന്നു. നല്ലതേതാണ്,
ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനുള്ള അറിവാണ് ഒരു സാധകന് വിദ്യ കൊണ്ട് ലഭിക്കേണ്ടത്. അപ്പം പുരാണങ്ങളും ശാസ്ത്രങ്ങളും അതുപോലെ തന്നെ വിദ്യകളും 18 വിദ്യകളും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ആ സാധകന് എങ്ങനെയാണോ ഒരു ഹംസം ജലത്തിൽ നിന്നും ക്ഷീരത്തെ വേർപെടുത്തിയെടുക്കുന്നത്, അതുപോലെ നമ്മളുടെ ദോഷങ്ങളെ, നമ്മുടെ ദോഷവും ഗുണവും ദോഷവും കാണുമ്പോൾ ആ ഗുണത്തെ മാത്രം സ്വീകരിച്ച് നമ്മളെന്ത് ചെയ്യണം? അങ്ങനെ ഗുണത്തെയും ദോഷത്തെയും തിരിച്ചറിയാനുള്ള ശക്തി ആരാണ് തരുന്നത്? ഈ ഹംസങ്ങളാണ്, ഈ ഹംസമിഥുനങ്ങളാണ്. ഹംസമിഥുനം എന്ന് പറയുന്നത് ശിവനും ശക്തിയും. അപ്പോൾ ഈ ദേവിയാണ് നമുക്ക് ശിവനും ശക്തിയും ഒന്നാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ദേവി തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് ദേവി. അപ്പോൾ ആ ദേവിയാണ് നമ്മളെയൊക്കെ വിവേചന ബുദ്ധി, നമ്മളിലൊക്കെ വിവേചന ബുദ്ധി ഉണ്ടാക്കുന്നത് ഈ ദേവിയാണ്. അപ്പം അങ്ങനെയുള്ള ദേവിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് സാധകൻ പറയുന്നത്. അപ്പോൾ അനാഹത ചക്രത്തിൽ കുണ്ടലിനി ആരോഹണം ചെയ്യുമ്പോൾ നമുക്ക് സകലകലാ വല്ലഭത്വവും ഗുണൈക നിലയത്വവും സിദ്ധിക്കും. അങ്ങനെയുള്ള ദേവിയെ നമുക്ക് ആരാധിക്കാം, ദേവിയെ ഭജിക്കാം. അങ്ങനെയുള്ള ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.